ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിലൊക്കെ കണ്ടതായിരിക്കും. നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് UPI ഒക്കെ കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് UPI ക്രെഡിറ്റ് കാർഡ്സുകൾ. പക്ഷേ ഇതിൻ്റെ ഒരു അപകടം എന്താ വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഞാൻ ബില്ല് വന്നപ്പോഴാണ് ഞെട്ടിയത്. നമ്മൾ നോർമലി ഇപ്പോൾ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻ അടക്കം നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് UPI ഉപയോഗിക്കാറ്. അത് നമ്മളിപ്പോൾ ഇത് അറിയുന്നില്ല. നമ്മളിപ്പോൾ 30 രൂപ 50 രൂപ 100 രൂപ വെച്ചിട്ട് ഡെയിലി ചിലപ്പോൾ ഒരു 10 പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ബില്ല് വരുമ്പോഴാണ് കണ്ണ് പോവുക. എന്ന് വെച്ചാൽ ഞാൻ അതുപോലെ തന്നെ നമ്മൾ നോർമലി ഒരു ക്രെഡിറ്റ് കാർഡ് UPI വെച്ചിട്ടാണ് നോർമലി നമ്മൾ ചെറിയ ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെങ്കിൽ അത്, ഇപ്പോൾ കൊറിയർ ചാർജ് വരുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് അത്, അങ്ങനെ നമുക്കൊരു മാസം കഴിഞ്ഞ് ബില്ല് വന്നപ്പോൾ 5000 രൂപ 6000 രൂപയ്ക്ക് ബില്ല് വന്നേക്കുന്നത്. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. വെച്ചാൽ ഇത്ര എമൗണ്ട് വന്നത് ശരിക്കും ക്രെഡിറ്റ് കാർഡ് UPI ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയധികം ട്രാൻസാക്ഷൻ ചെയ്യില്ല. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് UPI ഉപയോഗിക്കുന്നവരൊന്ന് സൂക്ഷിക്കാൻ മറക്കണ്ട. ഇത് ആക്ച്വലി നമ്മളെ കൊണ്ട് എന്ന് വെച്ചാൽ ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത് എന്തിനാണ്? നമ്മളെ കൊണ്ട് ചെലവിപ്പിക്കാനാണ്. അപ്പം അവർക്ക് അതിനുകൊണ്ട് ലാഭം ഉണ്ടാക്കാനും. അപ്പോൾ ഈ സാധനം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത എമൗണ്ട് കൊണ്ട് നമ്മൾ കുറേ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ നമുക്ക് സ്വൈപ്പ് ചെയ്യണം. അത് നോർമലി ചെറിയ കടകളും സംഭവങ്ങളും അക്സെപ്റ്റ് ചെയ്യില്ല, അവർക്ക് ചാർജ് വരും. അപ്പോൾ നമുക്ക് അങ്ങനെ ആ വഴിയിൽ അങ്ങനെ പോകാൻ സാധ്യത കുറവാണ്. പക്ഷേ ഈ UPI ക്രെഡിറ്റ് കാർഡ് വന്നതോടുകൂടി നമുക്ക് എല്ലാ സംഭവവും UPI ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല എമൗണ്ട് ബില്ല് വരുമ്പോഴാണ് കണ്ണ് തള്ളുക. ഇത് നമ്മളെ കറണ്ട് ബില്ല് വരുന്ന പോലെയാണ്. അപ്പോൾ ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ മറക്കാണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കൊരു ലിമിറ്റേഷൻസ് ഇല്ലാണ്ടായിരിക്കും. ഇത് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഒരു ലോൺ തന്നെയാണ്. നമ്മുടെ നോർമൽ നമ്മൾ പേഴ്സണൽ ലോൺസ് ഒക്കെ ബാങ്ക് തരില്ല, അതുപോലെ തന്നെ ഒരു ലോൺ തന്നെയാണ്. പക്ഷെ നമുക്കൊരു കുറച്ച് ബെനിഫിറ്റ്സും സംഭവങ്ങളൊക്കെ തരുന്നുണ്ട്. നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്, 50 ദിവസത്തെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുന്നുണ്ട്. അതൊക്കെ മാത്രമാണ് ഒരു എക്സ്ട്രാ സംഭവം ഉള്ളത്. പക്ഷേ ഇത് പ്യുവർലി ലോൺ തന്നെയാണ്. അപ്പോൾ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. അതുപോലത്തെ പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് UPI കിട്ടുന്നത് വെച്ചാൽ നമുക്ക് അറിയില്ല ഈ സാധനം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെറിയ എമൗണ്ട് വെച്ചായിരിക്കും ഡെയിലി ഉപയോഗിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് മന്തിൻ്റെ ആകുമ്പോൾ ബില്ല് വരുമ്പോഴാണ് ശരിക്കും അറിയത്. അപ്പോൾ നമുക്ക് ഈ സാധനം ക്രെഡിറ്റ് കാർഡ് UPI ഒക്കെ ശരിക്കും ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണി തന്നെയാണ്. കറക്റ്റായിട്ട് ഉപയോഗിക്കാത്തവർക്കും അതുപോലെ തന്നെ ഇതുപോലെ കറക്റ്റായിട്ട് ഉപയോഗിക്കാത്തവർ അതൊന്നും നമുക്ക് നമ്മളത് ഓർക്കില്ല. നമുക്ക് ഈ സാധനം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാ സംഭവം ഈ സാധനം കൊണ്ട് ചെയ്യും. ഒരു 50 രൂപ വെച്ച് ഡെയിലി ഒരു 10 വർഷം ചെയ്യുന്നുണ്ട്. അതൊരു 30 ദിവസം ആയി കഴിഞ്ഞാൽ എത്രയും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതാണ് ഇതിന്റെ പ്രശ്നം. ചെറിയ എമൗണ്ട് വെച്ച് ഇഷ്ടം പോലെ എമൗണ്ട്സ് കയറും. അപ്പൊ നല്ല എമൗണ്ട് ലാസ്റ്റ് ആയപ്പോൾ എല്ലാം കൂടി ബില്ല് വരും. അതാണ് ഇതിന്റെ സംഭവം. അതാണ് എനിക്ക് സംഭവിച്ചത്. നമ്മൾ ചെറിയ എമൗണ്ട് ഒക്കെ ചെയ്യാറില്ല, പക്ഷെ ഡെയിലി 50 രൂപ വെച്ച് 10 വർഷമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അത് 30 ദിവസം ആകുമ്പോൾ നല്ല എമൗണ്ട് ആയില്ലേ. അതാണ് ഈ സംഭവത്തിന്റെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് കുറെ പേരാണ് നമ്മളോട് ക്രെഡിറ്റ് കാർഡ് UPI കുറിച്ച് സംശയങ്ങളും അതുപോലെ തന്നെ അത് അപ്ലൈ ചെയ്ത് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് UPI എടുക്കുമ്പോൾ മാക്സിമം നമ്മളൊരു 1 or 2 ഒക്കെ എടുത്ത് വെച്ചാൽ മതി. എന്ന് വെച്ചാൽ കൂടുതലുള്ളതും കൂടുതൽ സംഭവം നിങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അത്ര അധികം ബില്ല് വരാനും ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ സാധനം ഒരു അരിവാളാണ്, അല്ലെങ്കിൽ ഒരു ബ്ലേഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നോർമൽ ക്രെഡിറ്റ് കാർഡിനായിട്ടും കൂടുതൽ കയ്യിൽ നിന്ന് പോകാനുള്ള ഒരു ചാൻസ് ഈ സാധനം കൊണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എന്താ പറയാ, ഈ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ മറക്കണ്ട. അപ്പൊ അതൊന്ന് പറയാനാ വന്നത്. കുറെ പേർക്ക് ഇപ്പൊ ഇത് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായിരിക്കും ഈ സാധനം കൊണ്ട് പണി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ പണിയിട്ടവർക്ക് ഒന്ന് കമന്റ് ചെയ്യാട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് agenti.banksupport.in സന്ദർശിക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ നമ്മുടെ റെഫറൽ ലിങ്ക് ആണ് സെറ്റപ്പിന്റെ. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. എല്ലാ ബാങ്ക് ലോൺസും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സുകളൊക്കെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായാലും സംശയം അല്ലെങ്കിൽ കമന്റ് ചെയ്യാം. നമ്മൾ എല്ലാ കമന്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതിട്ടാ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മളതിൽ ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ GHH പോലെ കാണാത്തവർ കണ്ടുപോകുക. നമ്മളതിൽ ന്യൂസുകളാണ് ചെയ്യുന്നത്. ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, മൂവി ന്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത കാണാം.